ഞാൻ പൂജ പഠിക്കാൻ പോകുന്നു, കളിയാക്കും ചിലർ. പറഞ്ഞാൽ മനസ്സിലായി, അയ്യോ പൂജ പഠിക്കാൻ പോകുന്നു, കളിയാക്കും. ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ കളിയാക്കുന്നവർ തന്നെ നമ്മളെ തേടി രഹസ്യമായിട്ട് വരും. അങ്ങനെ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ചിരിക്കാം. അപ്പോൾ പിന്നെ ഈ കളിയാക്കുന്നവരെന്താ, അവർക്കിത് കഴിയില്ല. അപ്പോൾ രാവിലെ എണീറ്റ് 3 മണിക്ക് എണീറ്റ് ഈ ആചാരങ്ങൾ നിലനിർത്തി അതിനനുസരിച്ച് ആഹാരക്രമം നമ്മൾ കൊണ്ടുവന്ന്, പിന്നെ ചില മരണ വീടുകളിൽ പോകാൻ പറ്റില്ല, ചില സമയത്ത് ചിലർ കല്യാണ വീടുകളിൽ പോലും പോകില്ല, ചില ഉപാസകന്മാർ ഒരിടവും പോകാത്തവരുണ്ട്. അപ്പോൾ അവർ ആ ഉപാസന ആ സിദ്ധെടുത്ത് ഇരിക്കുന്ന ഓരോ പരമ്പരകളും ഓരോ രീതികളുമുണ്ട്. അപ്പോൾ ആ രീതിക്കനുസരിച്ചാണ് പിന്നെ അവരുടെ ജീവിതം മാറുന്നത്. അപ്പോൾ ഇതിനെ ഇറങ്ങിത്തിരിക്കുന്ന സമ്പ്രദായങ്ങൾ അതിതീക്ഷ്ണമാണെന്നും ഇത് തൊട്ടാൽ തിരിച്ച് കടിക്കുമെന്നും രാജവെമ്പാല എടുത്ത് നമ്മൾ മടിയിൽ കെട്ടിക്കൊണ്ട് നടക്കുകയാണെന്നും ഒക്കെ ഒരു ധാരണ മന്ത്രം പഠിക്കാൻ ഇറങ്ങുന്ന സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഒക്കെ ചെയ്യുക. പിന്നെ ഗുരുവിൻ്റെ ശാപം, മന്ത്രം പറഞ്ഞു വരുന്നവരുടെ ശാപമൊന്നും വാങ്ങി വയ്ക്കാതിരിക്കുക, കള്ളങ്ങൾ പറയാതിരിക്കുക.